ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ധീരജിനെ കൊലപ്പെടുത്തിയത് CPM പ്രവർത്തകരാണെന്ന് മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ് ആരോപിച്ചു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പട്ടികൾ ഓരിയിടുന്ന സ്വഭാവത്തോടെയാണ് പെരുമാറുന്നതെന്നും ജോയ് തോമസ് വിമർശിച്ചു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ധീരജിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ എന്താണ് സംഭവിച്ചതെന്ന് മാർക്സിസ്റ്റ് പാർട്ടി വ്യക്തമാക്കണമെന്ന് ജോയ് തോമസ് ചെറുതോണിയിൽ ആവശ്യപ്പെട്ടു. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ധീരജ് വധക്കേസിൽ പുനരന്വേഷണം നടത്തുമെന്നും ജോയ് തോമസ് പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നടത്തുന്ന കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ആക്രമിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചെറുതോണിയിൽ നടന്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോയ് തോമസ്. ധീരജിനെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ വഴിയിൽ എന്താണ് സംഭവിച്ചതെന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയണ്ടേ? ഇവിടുത്തെ കോൺഗ്രസ് KSU പ്രവർത്തകരാണോ ഈ കൊലപാതകം ചെയ്തത്? നിങ്ങൾ ആലോചിക്കണം സ്നേഹിതന്മാരെ. ഇതിന് പുനരന്വേഷിക്കണമെന്ന് KSUവിന്റെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായാൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട, ധീരജിന്റെ വധത്തെ പറ്റി അന്വേഷണം ഉണ്ടാവും, ആർക്കും സംശയം വേണ്ട. വാഴത്തോപ്പ് പഞ്ചായത്ത് ഭരണസമിതിക്ക് സ്വതന്ത്രമായി ഭരിക്കാൻ സാഹചര്യം സൃഷ്ടിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗുണ്ടായുസവുമായി രംഗത്തു വന്നാൽ അവരുടെ കൈയും കാലും തല്ലിയൊടിക്കുമെന്നും ജോയ് തോമസ് പറഞ്ഞു. അതിന് കഴിവും പ്രാപ്തിയുമുള്ള ആളെയാണ് പഞ്ചായത്ത് ഭരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. എങ്ങനെയൊക്കെ ആളുകളെ പറ്റിക്കാമെന്ന കാര്യത്തിൽ PhD എടുത്തിരിക്കുന്ന ആളാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ആരോപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കൊഴി മുഖ്യപ്രഭാഷണം നടത്തി. AP ഉസ്മാൻ, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, MD അർജുനൻ, TJ പീറ്റർ, സാന്ദ്രാമോൾ ജിന്നി, അനിൽ ആനിക്കാട്ട്, PD ജോസഫ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി.